യുദ്ധത്തിന്റെ പരിണാമം എന്ന പാഠത്തിലേക്ക് സ്വാഗതം. കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം എന്ന കൃതിയിൽ നിന്നാണ് ഈ അധ്യായം എടുത്തിരിക്കുന്നത്. നമ്മുടെ പ്രാചീന ഭാരതം ഒരുപാട് രാജാക്കന്മാരുടെയും രാജവംശങ്ങളുടെയും പേരിൽ പ്രസിദ്ധം. അങ്ങനെ പ്രസിദ്ധമായൊരു രാജ്യമാണ് ഹസ്തിനപുരം. ഒരു രാജവംശമാണ് ചന്ദ്രവംശം. അതുപോലെ സൂര്യവംശം വേറൊരു പ്രശസ്തമായ രാജ്യമാണ്. അപ്പോൾ ചന്ദ്രവംശത്തിലെ അന്ധനായ ധൃതരാഷ്ട്രരുടെ, പാണ്ഡുവിൻ്റെ, അവരുടെ മക്കളുടെ ഒക്കെ കഥയാണ് മഹാഭാരത കഥ. ആ കൊട്ടാരത്തിലെ മൂത്ത രാജകുമാരനായിരുന്നു ധൃതരാഷ്ട്രർ. അദ്ദേഹം പക്ഷേ ജന്മന അന്ധനായിരുന്നു. 10,000 ആനകളുടെ കരുത്ത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് പുരാണം പറയുന്നത്. അദ്ദേഹം വിവാഹം കഴിച്ച ഗാന്ധാരി പക്ഷേ കാഴ്ച ഉള്ളവളായിരുന്നു. എങ്കിലും തൻ്റെ ഭർത്താവിനില്ലാത്ത സൗഭാഗ്യം തനിക്ക് വേണ്ട എന്ന് കരുതിയിട്ട് ഈ ചേലാഞ്ചലം കൊണ്ട്, വസ്ത്രം കൊണ്ട് തൻ്റെ കണ്ണിൻ്റെ കാഴ്ച ജീവിതകാലം മറച്ചു വെക്കുകയുണ്ടായി. വളരെ ചുരുക്കം സന്ദർഭങ്ങളിൽ മാത്രമേ ഗാന്ധാരി കണ്ണിൻ്റെ കെട്ടഴിച്ചിട്ടുള്ളൂ. ധൃതരാഷ്ട്രർക്ക് 101 മക്കളാണ്. 100 ആൺമക്കളും ഒരു പെൺകുട്ടി. നമ്മുടെ ഏവരുടെയും വീട്ടിൽ ഒരുപാട് ആൺകുട്ടികൾക്കിടയിൽ ഒരു പെൺകുട്ടി ഉണ്ടായ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടാവും. അതിനേക്കാളൊക്കെ ഏറെ ഇവർക്ക് പ്രിയപ്പെട്ടതായിരുന്നു ഇവരുടെ ഏക സഹോദരി ദുശ. ഇനി ധൃതരാഷ്ട്രന്റെ അനുജനായിരുന്നു പാണ്ഡു. പാണ്ഡു നായാട്ടിലൊക്കെ അതിയായ കമ്പമുള്ള ആളായിരുന്നു. പാണ്ഡുവിന് 2 ഭാര്യമാരാണ്, കുന്തിയും മാദ്രിയും. കുന്തിയിൽ ഉണ്ടായ 3 മക്കൾ യുധിഷ്ഠിരൻ, ഭീമസേനൻ, അർജുനൻ. മാദ്രിയിലുണ്ടായ 2 മക്കൾ നകുലനും സഹദേവനും. അപ്പൊ ഇവര് ഈ 5 പേരെ ചേർത്ത് പാണ്ഡവരെന്നും ഇവർ 101 പേരെ ചേർത്ത് കൗരവരെന്നും പറയുന്നു. ഈ കൗരവരും പാണ്ഡവരും തമ്മിൽ നടത്തിയ യുദ്ധമാണ് മഹാഭാരത യുദ്ധം. ഇവർ 2 പേര് ജ്യേഷ്ഠാനുജന്മാരും അവരുടെ മക്കളും അവരുടെ ഗുരുക്കന്മാരും മാത്രമല്ല, അവരോട് ചേർന്ന് നിൽക്കുന്ന രാജവംശങ്ങളും ഇതിൽ പങ്കാളികളായിട്ടുണ്ട്. 18 ദിവസങ്ങളിലായാണ് മഹാഭാരത യുദ്ധം നടന്നത്. ആ യുദ്ധത്തില് 18 അക്ഷൗഹിണി പടകള് പങ്കുചേർന്നിട്ടുണ്ട്. പ്രാചീന ഭാരതത്തിലെ ഒരു വലിയ സേനയുടെ സമൂഹത്തിന്, ഗ്രൂപ്പിന് പറയുന്ന പേരാണ് അക്ഷൗഹിണി എന്ന്. അതായത് 21,870 ആന, അത്രയും തന്നെ രഥം, അതിൻ്റെ 3 ഇരട്ടി, അതായത് 65,610 കുതിരകൾ, അതിൻ്റെ 5 ഇരട്ടി കാലാള് എന്നിവ അടങ്ങിയ ഒരു സമൂഹത്തിനാണ് ഒരക്ഷൗഹിണി. അപ്പോൾ അങ്ങനെ 18 അക്ഷൗഹിണി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിരുന്ന് കണക്ക് കൂട്ടി നോക്കാവുന്നതാണ് എത്രയ്ക്കുണ്ടാവുമെന്ന്. ഇനി അക്ഷൗഹിണി കൂടാതെ മഹാ അക്ഷൗഹിണി എന്നൊരു വിഭാഗം കൂടിയുണ്ട്. അത് 1,32,12,490 ആന, അത്രയും തേര്, അതിൻ്റെ 3 ഇരട്ടി കുതിര, അതിൻ്റെ 5 ഇരട്ടി കാലാൾ. ഇങ്ങനെയാണ് ഈ മഹാഭാരത യുദ്ധത്തിൽ ഇത്രയും പേര്, ഇത്രയും സൈന്യ സമൂഹങ്ങൾ പങ്കെടുത്തു എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഈ അക്ഷൗഹിണിയുടെ കണക്ക് 18 എന്ന് പറഞ്ഞു. അതിൽ പാണ്ഡവ പക്ഷത്ത് 7 ഉണ്ടായിരുന്നുള്ളൂ, കൗരവ പക്ഷത്തോ 11. ഇങ്ങനെ 7ഉം 11ഉം 18 അക്ഷൗഹിണികൾ ഇതിൽ ഉണ്ടായിരുന്നു, പങ്കെടുത്ത് ചത്തൊടുങ്ങി എന്നാണ് മഹാഭാരത കഥ നമ്മോട് പറയുന്നത്. അറിഞ്ഞിരിക്കേണ്ട ഇതിനകത്തെ ചില സേനാനായകന്മാർ, സേനാപതികൾ. പാണ്ഡവപക്ഷത്തെ 7 അക്ഷൗഹിണിക്ക് സർവസേനാധിപതിയായിരുന്നു പാഞ്ചാല രാജകുമാരനായ ധൃഷ്ടദ്യുമ്നൻ.
അപ്പൊ ഈ സേനാനായകന്മാർ കൂടാതെ ഉപസേനാനായകന്മാർ കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഇനി കൗരവരുടെ 11 അക്ഷൗഹിണിപ്പടയുടെ സർവ്വസേനാധിപതിയാണ് ഭീഷ്മർ. ആദ്യത്തെ 10 ദിവസം ഭീഷ്മരായിരുന്നു സർവ്വസേനാധിപതി. ഭീഷ്മര് സ്വച്ഛന്ത മൃത്യുവാണ്. താൻ ആഗ്രഹിക്കുമ്പോഴേ മരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ സ്വച്ഛന്ത മൃത്യുവായി ശരം ശയ്യയാക്കി, അസ്ത്രം ശയ്യ പോലെ ആക്കി ഉത്തരായന കാലത്തിലാണ് അദ്ദേഹം മോക്ഷം പ്രാപിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ മരണം, അതിനെ തുടർന്ന് അടുത്ത 5 ദിവസങ്ങൾ ദ്രോണാചാര്യരായിരുന്നു സേനാപതി. അദ്ദേഹത്തിന്റെ മരണം കഴിഞ്ഞു കഴിഞ്ഞിട്ട് 2 ദിവസം അംഗരാജാവായ കർണൻ, അവസാന ദിവസത്തെ യുദ്ധത്തില് ശല്യര്. ഇത് കൂടാതെ ഈ യുദ്ധമെല്ലാം കഴിഞ്ഞ ആ രാത്രിയില് ദുര്യോധനൻ അശ്വത്ഥാമാവിന് സർവ്വസേനാധിപതിയായി മരിക്കാൻ കിടക്കുന്ന സമയത്ത് വാഴിക്കുകയും ചെയ്തിട്ടുണ്ട്. യുദ്ധത്തിന്റെ പരിണാമം, നമ്മൾ ഈ ശീർഷകം തലക്കെട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഈ പരിണാമം എന്ന വാക്കുമായിട്ട് നമ്മൾ ചേർത്ത് വെക്കേണ്ട വേറൊരു വാക്കുണ്ട്. അത് പറഞ്ഞത് ഈ അധ്യായവുമായിട്ട് ബന്ധമുണ്ടായിട്ടല്ല, പക്ഷെ നമ്മൾ എഴുതുമ്പോൾ തെറ്റ് പറ്റാൻ സാധ്യതയുള്ള ഒരു വാക്കാണ് പരിമാണം. ഒരക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. പരിണാമം എന്ന് വെച്ചാൽ മാറ്റം എന്നർത്ഥം, പരിമാണം എന്ന് വെച്ചാൽ അളവ്. അതുകൊണ്ട് 10ാം ക്ലാസ്സുകാർ അത് എഴുതുമ്പോൾ ഈ 2 വാക്കുകൾ തെറ്റിപ്പോകരുത്. അത് അർത്ഥവ്യത്യാസത്തിന് വരാവുന്നതാണ്. നമുക്ക് പാഠത്തിലേക്ക് വരാം. ഈ മഹാഭാരത യുദ്ധത്തിൽ നടന്ന സ്ഥലം കുരുക്ഷേത്രമാണ്. ഇത് ഹരിയാനയിലാണ്. അവിടെ ആ സ്ഥലത്ത് വെച്ച് നടന്നതുകൊണ്ട് മഹാഭാരത യുദ്ധത്തിന് കുരുക്ഷേത്ര യുദ്ധം എന്നും ഒരു പേരുണ്ട്. അപ്പൊ നമ്മള് ഇവിടെ വേറൊരു വാക്കുണ്ട് ധർമ്മക്ഷേത്രം. അതും കൂടി നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കുക. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എന്ന കവി 824 ദിവസം കൊണ്ടാണ് മഹാഭാരതം തർജ്ജമ ചെയ്ത് കഴിഞ്ഞത് ശുദ്ധ മലയാളത്തിൽ. കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ തർജ്ജമയുടെ അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ധർമ്മക്ഷേത്രം കുരുക്ഷേത്രം പൊക്കുപോരിനൊരുങ്ങിയോ എൻ മക്കളും പാണ്ഡവരും എന്തേ ചെയ്തിതു സഞ്ജയ. തന്റെ മന്ത്രിയായ സഞ്ജയനോടാണ് അദ്ദേഹം മഹാഭാരതത്തിൽ നടന്ന കാര്യങ്ങൾ ചോദിക്കുന്നത്. സഞ്ജയൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുക, ധർമ്മക്ഷേത്രം കുരുക്ഷേത്രം, ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തില് സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി നടന്ന യുദ്ധ. അപ്പോ ധർമ്മം എന്ന് പറയുമ്പോൾ രണ്ടുപേരും തങ്ങളുടെ ഭാഗത്താണ് ധർമ്മം എന്ന് പറയുന്നെങ്കിലും നീതിയും ന്യായവും ആരുടെ പക്ഷത്താണ്, ആ നീതിക്ക് വേണ്ടി, ആ ന്യായത്തിനു വേണ്ടി നടത്തിയ യുദ്ധ. എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വരുന്നത്, മിക്കവാറും എല്ലാ ദിവസവും കൗരവരിൽ മൂത്തയാളായ ദുര്യോധനൻ തൻ്റെ അമ്മ ഗാന്ധാരിയുടെ അടുത്ത് പോയി അനുഗ്രഹം വാങ്ങിക്കാൻ ചെല്ലുന്നുണ്ട്. അനുഗ്രഹം വാങ്ങിക്കാൻ ചെല്ലുന്ന ഓരോ ദിവസവും അമ്മ മകനോട് പറയുന്നത് യഥോധർമ്മസ്തതോ ജയ, എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട്, യഥോധർമ്മ സ്തതോ ജയ എന്നാണ് പറയുന്നത്. അല്ലാതെ സാധാരണ മനുഷ്യരെ പോലെ എൻ്റെ മകനായതുകൊണ്ട് നീ ജയിച്ചു വരണം. ഞാൻ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്യുന്ന ദിവസം ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രത്തിൽ വന്ന തൻ്റെ മകൻ ചെയ്ത ഒരു അരുംകൊലയെ മൂടി വെച്ച ഒരു അമ്മയുടെ വാർത്ത പത്രത്താളുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് വേറൊരു വാർത്തയും ഓർമ്മ വരുന്നുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഒരു പ്രശസ്തമായ സ്ഥലത്ത് ഒരു മകൻ ചെയ്ത കുറ്റകൃത്യം ഒരമ്മ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞ് മകനെ നിയമത്തിന് മുമ്പിൽ
വഴിപ്പെടുത്തിയ ഒരു കഥയും എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നു. ഇപ്പം നമ്മൾ മൂന്ന് തരത്തിൽപ്പെട്ട അമ്മമാരെ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തൻ്റെ മകനായതുകൊണ്ട് അവനോട് പ്രത്യേക പക്ഷയില്ല. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെങ്കിൽ, നിങ്ങളുടെ പക്ഷത്ത് ധർമ്മം ഉണ്ടെങ്കിൽ അത് വിജയിക്കട്ടെ എന്നാണ് അമ്മ പറഞ്ഞത്. യഥോ ധർമ്മസ്തോ ജയ. അത് നിങ്ങളുടെ മനസ്സിൽ നിൽക്കട്ടെ. പിന്നീട് നമ്മൾ ഈ അമ്മയുടെ വേറൊരു അനുഗ്രഹത്തിലേക്ക് നമുക്ക് വരാനുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ആമുഖമായി സൂചിപ്പിക്കുന്നത്. അവിടെ ഈ കൗരവരും പാണ്ഡവരും രണ്ട് ചേരിക്കാർ, ചേരി എന്ന് വെച്ചാൽ രണ്ട് ഭാഗമാണ്. അവർ തമ്മിൽ ചെയ്ത ഒരു കരാറുണ്ട്, ഉടമ്പടി. അതെന്തായിരുന്നു? യുദ്ധം നടക്കാത്ത സമയങ്ങളിൽ പണ്ടേ പോലെ പരസ്പര പ്രീതിയോടെ വർത്തിക്കണം. എല്ലാം യുദ്ധമാണെന്ന് കരുതിയിട്ട് എപ്പോഴും 24 മണിക്കൂറും യുദ്ധമല്ല, പകൽ സമയത്തെ യുദ്ധം നടക്കുന്നുള്ളൂ. ഇരുകക്ഷിക്കും സമ്മതമാണെങ്കിൽ രാത്രിയിൽ യുദ്ധം നടത്താം. അപ്പൊ യുദ്ധമില്ലാത്തപ്പോൾ പരസ്പര പ്രീതിയോടെ, പ്രീതി എന്ന് വെച്ചാൽ ഇഷ്ടമാണ്, പണ്ടേ പോലെ വർത്തിക്കണം, കഴിയണം. യുദ്ധം തുടങ്ങിയാൽ ഗജം, ആന, അശ്വം, കുതിര, രഥം, തേര്, ഇവയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ ആ നിലയിലുള്ളവരോട് എതിർക്കാവൂ, പോരടിക്കാവൂ. ഏത് നിലയിലാണ്? കാലാൾ കാലാളോട്, ഗജം ഗജത്തിലിരിക്കുന്നവരോട്, തേരിലിരിക്കുന്നവർ തേരിലിരിക്കുന്നവരോട്. ഇനി ഒരു കാരണവശാലും യുദ്ധത്തിൽ നിന്ന് വിട്ടുപോയവനെ കൊല്ലാൻ പാടില്ല. നിങ്ങൾ കിടനിൽക്കുന്നവരോട് പറഞ്ഞറിയിച്ചിട്ടേ യുദ്ധം ചെയ്യാവൂ. കിടനിൽക്കുന്ന എന്താ? നമുക്ക് തത്തുല്യമായ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ആൾക്കാർ. ഏതൊക്കെ നിലയിലാണ്? വയസ്സ്, വീര്യം, ഉത്സാഹം, വയോവീര്യോത്സാഹം. അതിൽ അവരോട് പറഞ്ഞറിയിച്ചിട്ട്, അല്ലാണ്ട് നമുക്ക് ഇഷ്ടം പോലെ അവനെ ഒറ്റയ്ക്ക് കിട്ടിയതുകൊണ്ട് അവനെ ഒതുക്കി കളയാം, അവനെ കൊന്നു കളയാം, അല്ലെങ്കിൽ അവനെ ചതിച്ചാൽ എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ല. ഓർക്കാതെയും ക്ഷീണിച്ചും ഇരിക്കുന്നവരോട് അരുത്, ചെയ്യാൻ പാടില്ല. പൂർണ്ണ മനസ്സാന്നിധ്യത്തോടെ തയ്യാറായിട്ട് നിൽക്കുന്നവരോടെ നമുക്ക് യുദ്ധം ചെയ്യാൻ പാടുള്ളൂ. ക്ഷീണിച്ചിരിക്കുന്നവൻ, തൻ്റെ പ്രായവും തൻ്റെ അറിവും ഒക്കെ ഉള്ള ആളാവും, പക്ഷെ അവനിപ്പോൾ അല്പം ക്ഷീണം പറ്റിയിരിക്കുക, ക്ഷീണിച്ചിരിക്കുക, തളർന്നിരിക്കുക, അവനോട് യുദ്ധം ചെയ്യാൻ പോകരുത്. ഇനി മറ്റൊരാളോട് നേരിടുന്നവനെ വേറൊരാളോട് യുദ്ധം ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഒരാളെ, ആയുധം തീർന്നയാളെ, കവചം പടച്ചട്ടയാണ്, ശരീരത്തിൽ ആയുധം ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ധരിക്കുന്ന ലോഹച്ചട്ട. കവചം പോയവന് അവരെയൊന്നും ഒരു വിധവും കൊല്ലരുത്. അവരെ കൊല്ലാൻ എളുപ്പമാണ്. അതുകൊണ്ട് അങ്ങനെ എളുപ്പത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യരുത്. തത്തുല്യ നിലയിലായിട്ടേ ചെയ്യാവുള്ളൂ. സൂതന്മാർ, സൂതൻ എന്ന് വെച്ചാൽ തേരാളിയാണ്, സുതൻ പുത്രനാണ്. നമ്മൾ ഒരു വാക്കുകൂടി പറഞ്ഞുകൊട്ടെ, സൂതപുത്രൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാളുണ്ട് മഹാഭാരതത്തിൽ. സത്യത്തിൽ ഈ പാണ്ഡവരൊക്കെ മൂത്ത ജ്യേഷ്ഠനാണ് കർണൻ, കുന്തിക്ക് സൂര്യഭഗവാനിൽ ജനിച്ച പുത്രൻ. അദ്ദേഹത്തിൻ്റെ കഥയോടെ നിൽക്കട്ടെ, ഞാൻ അത് മനഃപൂർവ്വം പറയാത്തതാണ്, നമുക്ക് പിന്നീട് ഒരു സമയത്തേക്ക് വരാം. അപ്പോൾ ഈ സൂതൻ എന്ന വാക്ക് നമ്മൾ ഓർത്തിരിക്കുക. സുതൻ പുത്രനാണ്, സൂതൻ തേരാളിയാണ്. കുതിരകള്, ആയുധം ചുമക്കുന്നവര്, വാദ്യക്കാര് എന്നിവരെയൊന്നും ഉപദ്രവിക്കരുത്. ഇതാണ് കണ്ടീഷൻസ്, അതിലെ നിയമാവലികൾ. അതായത് ഒരു തരത്തിലും എതിരാളിക്ക് കുറവുണ്ടെങ്കിൽ ആ കുറവ് കൊണ്ട് നിങ്ങൾ ജയിക്കരുത്, സ്വന്തം മികവ് കൊണ്ട് ജയിക്കാൻ നോക്കണം. ഇതിനാണ് കുട്ടികൃഷ്ണമാരാർ വിശേഷിപ്പിക്കുന്നത് കുറ്റമറ്റ ധർമ്മയുദ്ധം, കുറ്റം ഇല്ലാത്ത ധർമ്മയുദ്ധം. അപ്പോൾ ഒരു കുറവുമില്ലാത്ത, ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഒന്ന്, എന്താണ് ഈ മഹാഭാരത യുദ്ധം തുടങ്ങുമ്പോൾ ഇരു കക്ഷിക്കാരും ചെയ്ത കരാർ എന്തായിരുന്നു? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? കുറ്റമറ്റ ധർമ്മയുദ്ധം എന്ന് മഹാഭാരതത്തെ കുട്ടിക്കൃഷ്ണമാരാർ വിളിക്കാനുള്ള കാരണം എന്താണ്? ഇനി അല്ലെങ്കിൽ വേറെ ചോദ്യം, എതിരാളിയുടെ കുറവ് കൊണ്ടല്ല സ്വന്തം മികവ് കൊണ്ട് തന്നെ ജയിക്കാൻ നോക്കണമെന്ന് പറയാൻ കാരണം എന്ത്? ഇങ്ങനെ നമുക്ക് ഒരു പാരഗ്രാഫിൽ നിന്ന് എത്ര ചോദ്യം വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയിടുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ ആ പാരഗ്രാഫിലെ പ്രധാനപ്പെട്ട ആശയം
നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാനുള്ള എളുപ്പ വിധത്തിൽ 2-3 പോയിന്റ് ആയിട്ട് കുറിച്ച് വയ്ക്കുക. പലപ്പോഴും ധാരാളം വിഷയങ്ങളും ധാരാളം പാഠഭാഗങ്ങളും പഠിക്കാനുള്ളത് കൊണ്ട് പല പുസ്തകങ്ങളും ചിലപ്പോൾ പരീക്ഷാ കാലത്ത് നമ്മൾ കണ്ടുവരുന്ന പ്രത്യേകത കുട്ടികൾ രണ്ടാമത് ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കുറിപ്പുകൾ തയ്യാറാക്കി വെക്കാമെങ്കിൽ ആ കുറിപ്പുകൾ നമുക്ക് വീണ്ടും എടുത്ത് നോക്കാൻ സഹായകമാകും. അതാണ് ചെയ്യേണ്ടത്. കുറ്റമറ്റ യുദ്ധധർമ്മം എന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെയാണ് ആ നിയമങ്ങൾ? അത് പുസ്തകത്തിൽ ഇല്ലാത്ത ചില കാര്യങ്ങളാണ്. പക്ഷെ എങ്കിലും ജസ്റ്റ് നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി അത് കിടന്നോട്ടെ. യുദ്ധം സൂര്യോദയത്തിന് തുടങ്ങി അസ്തമയത്തിന് മുമ്പ് അവസാനിപ്പിക്കുക. ഇരുപക്ഷത്തിന്, അത് ഞാൻ ആദ്യം പറഞ്ഞു, ഇരുപക്ഷത്തിനും സമ്മതമെങ്കിൽ രാത്രിയിലാകും. ഒന്നിൽ കൂടുതൽ പേർ ചേർന്ന് തനിച്ചൊരാളെ ആക്രമിക്കരുത്. രണ്ടുപേർ തമ്മിൽ ദ്വന്ദ്വയുദ്ധമാകാം. രണ്ടുപേർ തമ്മിൽ സുദീർഘമായ ആ യുദ്ധത്തിൽ അവർ ഒരേ ആയുധങ്ങൾ വഹിച്ച് ഒരേ വാഹനത്തിൽ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ഒരാൾ ആനപ്പുറത്തും മറ്റൊരാൾ കുതിരപ്പുറത്തുമായാൽ ശരിയാവില്ല. പിന്നീട് ഒരാൾ പോലും മറ്റുള്ളവരാൾ ചുറ്റപ്പെട്ട് വളഞ്ഞിട്ട് ആക്രമിക്കരുത്. പിന്നെ യുദ്ധത്തിൽ തോൽവി പറഞ്ഞവനെ, അടിയറവ് പറഞ്ഞവനെ മാന്യമായ രീതിയിൽ യുദ്ധ തടവുകാരനായിട്ട് സംരക്ഷിക്കണം. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന സമീപകാലത്ത് ഇന്ത്യയുടെ ഒരു സൈന്യം, ഒരു പട്ടാളക്കാരൻ മറ്റൊരു രാജ്യത്തിൻ്റെ പരിധിയിൽപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ മൃതശരീരം നമുക്ക് കിട്ടിയത് എത്ര ക്രൂരമായിട്ടാണ് നമ്മളെന്ന് ആലോചിച്ച് നോക്ക്. 21-ാം നൂറ്റാണ്ടിൽ പോലും നമ്മൾ കാണിക്കാത്ത മാന്യത കാണിക്കണമെന്ന് മഹാഭാരത കാലഘട്ടത്തിൽ നിയമം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ഭാരതത്തിൻ്റെ ഈ സാംസ്കാരിക പൈതൃകങ്ങളും മൂല്യങ്ങളും ഒക്കെ നമ്മൾ ഇങ്ങനെയുള്ള കൃതികൾ വായിച്ച് മനസ്സിലാക്കേണ്ടതിൻ്റെ ആവശ്യകത. അതവിടെ നിൽക്കട്ടെ. നിരായുധനെ ആക്രമിക്കരുത്, അത് നമ്മൾ ആദ്യം പറഞ്ഞു. അബോധാവസ്ഥയിൽ ആയവനെ ആക്രമിക്കരുത്, അതും പറഞ്ഞു. പങ്കെടുക്കാത്തവനെയോ മൃഗത്തെയോ ആക്രമിക്കരുത്. ജീവികളോട്, ജീവജാലങ്ങളോട് നമ്മൾ കരുണ കാണിക്കണം. അത് ഇതുമായിട്ട് മിണ്ടാപ്രാണിയാണ്. പിന്തിരിഞ്ഞോടിയവനെ പിന്തുടർന്ന് ആക്രമിക്കാൻ പാടില്ല. സ്ത്രീകളെ ആക്രമിക്കരുത്. പലപ്പോഴും ലോക ചരിത്രത്തിലെ യുദ്ധങ്ങളിൽ പലപ്പോഴും സ്ത്രീകൾ ക്രൂരമായ ആക്രമണത്തിന് വിധേയമാകുന്നതായിട്ട് നമ്മൾ കണ്ടുവന്നിട്ടുണ്ട്. മഹാഭാരത ഈ കാലഘട്ടത്തിൽ അതും പറയുന്നുണ്ട്. ഇനി ഓരോ ആയുധങ്ങൾക്കും അതിൻ്റെതായ നിബന്ധനകൾ പാലിച്ചാവണം. അരയ്ക്ക്, ഉദാഹരണമായിട്ട് അരയ്ക്ക് താഴെ ഗത കൊണ്ട് അടിക്കരുത്. ഇത് നിങ്ങൾ ഓർത്തിരിക്കും. ഇവിടെ കുട്ടിക്കൃഷ്ണമാരാർ ആ കാര്യം പറയുന്നില്ല, സൂചിപ്പിക്കുന്നില്ല എന്നുള്ളൂ. പക്ഷെ അദ്ദേഹത്തിന് അറിയാൻ, പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്താണ് അരയ്ക്ക് താഴോട്ട് ഗത കൊണ്ട് അടിക്കരുത്? ഈ അരയ്ക്ക് താഴെയാണ് നമ്മുടെ പാഠഭാഗത്തെ ഒരു മുഖ്യ കഥാപാത്രമായ ദുര്യോധനനെ ഗത കൊണ്ട് അടിച്ച് തുടയെല്ലുകൾ തകർന്ന് അദ്ദേഹം കിടക്കുന്നത്. ആ കിടക്കുമ്പോഴാണ് അദ്ദേഹം പല കാര്യങ്ങളും സുഹൃത്തുക്കളെ പറഞ്ഞ് ഏൽപ്പിക്കരുത്. അപ്പോ നിയമം ഉണ്ട്, ആ നിയമം പലപ്പോഴും ലംഘിച്ചിട്ടുമുണ്ട്. ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ വരാൻ വേണ്ടിയാണ് ഞാനിത് എടുത്ത് പ്രത്യേകം ഇങ്ങനെ പറഞ്ഞത്. മുൻ പറഞ്ഞ നിയമാവലികളെല്ലാം യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ഈ കരാറെല്ലാം പാലിക്കും, ഏറെക്കുറെ മിക്കവാറും. പിന്നീട് അതും ഇതുമായി ലംഘിക്കപ്പെട്ടു, ഓരോന്നും മറികടഞ്ഞു. നമ്മൾ അങ്ങനെയാണ്. എന്ത് നിയമം ഉണ്ടായാലും കുറച്ചുനാൾ പാലിക്കും, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ നിയമത്തിന് അതീതരായിട്ട് പ്രവർത്തിക്കും. അങ്ങനെ കാര്യം വന്നു തുടങ്ങി. പിന്നെ പാണ്ഡവപക്ഷം എതിർപക്ഷത്തുള്ള മിക്ക മഹാരഥന്മാരെയും വീഴ്ത്തിയത് യുദ്ധധർമ്മത്തിനെതിരായിട്ടാണ്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു ആരൊക്കെയാണ് പട നയിച്ചതെന്ന് പറഞ്ഞു. ഈ പട നയിച്ച പലരെയും വീഴ്ത്തിയത് യുദ്ധത്തിന്റെ ധർമ്മത്തിന്, നീതിക്കെതിരായിട്ടാണ്. ഒടുക്കം ദുര്യോധനെയും വീഴ്ത്തി, അത് ഞാൻ പറഞ്ഞു, തുടക്കടിച്ച്. അങ്ങനെ വല്ലപാടും വിജയം നേടിയ പാണ്ഡവർ സന്ധ്യയ്ക്ക് ജയഘോഷത്തോടെ കൂടാരങ്ങളിലേക്ക് തിരിച്ചു. അപ്പോൾ വല്ലപാടും ഏതെങ്കിലും വിധത്തിൽ വിജയം നേടി അവര് സന്ധ്യയ്ക്ക് ജയഘോഷത്തോടെ കൂടാരങ്ങളിലേക്ക് തിരിച്ചു. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട വേറൊരു വാക്ക് മഹാരഥന കേട്ടോ. മിക്ക മഹാരഥന്മാരെയും വീഴ്ത്തി. മഹാരഥൻ എന്ന് വെച്ചാൽ ആ പദത്തിന്റെ അർത്ഥം 10,000 വില്ലാളികളോട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ ശേഷിയുള്ള ആളാ.
യുദ്ധത്തില് തന്നെ, രഥത്തെ, സാരഥിയെ ഒക്കെ രക്ഷിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിവുള്ള ആളാണ്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വീഴ്ത്തിയത് എങ്ങനെയാണ്? ചതിയിലൂടെയാണ്. അത് നമുക്ക് ആ ഭാഗത്തേക്ക് പിന്നീട് വരാം. മഹാഭാരത യുദ്ധത്തിന്റെ അവസാനത്തില്, അതായത് 9-ാം ദിവസം, അർജുനൻ വില്ലാളിയാ. പക്ഷേ ഭീഷ്മരെ വധിക്കാനാവില്ല എന്ന് ജ്യേഷ്ഠന് മനസ്സിലായി. അപ്പോൾ ഭീഷ്മർ എന്താ കാരണം? ഭീഷ്മർ സ്വച്ഛന്ത വൃത്തിയാ. അദ്ദേഹം ആഗ്രഹിക്കുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യും, എന്താണ്? ഭീഷ്മരെ നേരിട്ട് കാണാം. അദ്ദേഹത്തിന് എപ്പോഴും മരിക്കാവുന്ന, അല്ലെങ്കിൽ മരിക്കാൻ അദ്ദേഹം വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹത്തെ കൊല്ലാനുള്ള ഉപദേശം അദ്ദേഹത്തോട് തന്നെ ചോദിക്കാമെന്ന് തീരുമാനിച്ചു. ഇവര് രാത്രിയില് രഹസ്യമായിട്ട്, എന്താണ് രഹസ്യമായിട്ട് പോയത്? മറ്റാരും അറിയാൻ പാടില്ല. ഇത് യുദ്ധ നിയമത്തിനെതിരാ. ഭീഷ്മരുടെ ശിബിരത്തില് പടകുഴെടുത്ത് ചെന്നു. അദ്ദേഹത്തിന് നമസ്കാരം പറഞ്ഞ്, തങ്ങളുടെ ജയം അത്യാവശ്യമാണ്, അത്യന്താപേക്ഷിതമാണ്, തങ്ങളുടെ പക്ഷത്താണ് ശരി. അതുകൊണ്ട് പക്ഷേ മറുഭാഗത്ത് അങ്ങ് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് വിജയം ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങയെ വധിക്കാനുള്ള വിദ്യ അങ്ങ് തന്നെ പറഞ്ഞായിരുന്നു എന്ന് അപേക്ഷിച്ചു. ഇപ്പോൾ ഭീഷ്മർ പറഞ്ഞു, തേർഡ് ജെൻഡർ, 3-ാം ലിംഗക്കാരൻ, മെയില്, ഫീമെയില്, തേർഡ് ജെൻഡർ. തേർഡ് ജെൻഡറൊക്കെ നമ്മൾ 2018-19 ഈ കാലഘട്ടങ്ങളിലാണ് നമ്മുടെ മാധ്യമങ്ങളുടെ കൂടുതൽ ചർച്ച ചെയ്യണത്. ശരിക്കും അതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട മഹാഭാരതത്തിൽ തേർഡ് ജെൻഡറിനെ പറ്റി പറയുന്നുണ്ടെന്ന് നോക്കുക. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ 3-ാം ലിംഗക്കാരനായ യോദ്ധാവിനോട്, ശിഖണ്ഡിയോട് പൊരുതുകയില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, അർജുനനാണല്ലോ എന്നെ അവിടെ നേരിട്ട ആള്, അർജുനന്റെ മുമ്പിൽ ശിഖണ്ഡി വന്ന് നിൽക്കട്ടെ. ശിഖണ്ഡിയെ മുൻനിർത്തി അർജുനൻ ആക്രമിക്കുകയാണെങ്കിൽ തന്നെ വീഴ്ത്താം. ഇത് കേട്ട് സന്തോഷത്തോടെ യുധിഷ്ഠിരൻ മടങ്ങി. പക്ഷേ അർജുനന് ഭയങ്കര വിഷമവും ലജ്ജയും. എന്താ അദ്ദേഹം പറഞ്ഞേ? ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്യാം. നമ്മള് കഴിവുള്ള ഒരാളെ മുന്നിൽ നിർത്തുക, ഇതല്ല. കഴിവ് കെട്ട, ആണുമല്ല പെണ്ണുമല്ലാത്ത ഒരാളെ മുന്നിൽ നിർത്തി യുദ്ധം ചെയ്യാം. അത് പൗരുഷമുള്ള ഒരാൾക്ക്, വില്ലാളി വീരനായ അർജുനന് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭയങ്കര വിഷമം തോന്നിയത്. ഇനി യുദ്ധത്തിന്റെ 10-ാം ദിവസം ശിഖണ്ഡിയെ മുൻനിർത്തി ഭീഷ്മരോട് ഏറ്റുമുട്ടാൻ അർജുനനോട് പറഞ്ഞു. പിന്നെ സ്ത്രീകളോട് യുദ്ധം ചെയ്യില്ല എന്ന് ശപഥമെടുത്ത്, കാരണം കാശി രാജാവിന്റെ മക്കളായ അംബ, അംബിക, അംബാലിക, ഈ അംബ ഇവിടെ അടുത്ത ജന്മമാണ് ശിഖണ്ഡി. അപ്പോ ശിഖണ്ഡിയോ സ്ത്രീകളോട് ഏറ്റുമുട്ടില്ല എന്ന് പ്രതിജ്ഞയെടുത്ത ഭീഷ്മര് ചെയ്യാൻ തയ്യാറാവുന്നില്ല. ഈ തക്കത്തിന് അർജുനൻ നിരായുധൻ, എന്താ വെച്ചാൽ എന്താ, ആയുധമില്ലാത്ത ആളാ, ആയുധമില്ലാത്ത ആളായ ഭീഷ്മരെ യുദ്ധഭൂമിയില് വീഴ്ത്തി. അങ്ങനെ ഇദ്ദേഹം ശരശയ്യയിൽ കിടക്കുകയാണ്. ഉത്തരായനം എന്ന കാലം നോക്കി, ജ്യോതിശാസ്ത്രപരമായിട്ട് ഉത്തരായന കാലം മരണം പ്രാപിച്ചാൽ മോക്ഷം കിട്ടുമെന്നാണ്. അതിനുവേണ്ടി അദ്ദേഹം ഇങ്ങനെ കാത്തു കിടക്കുന്നു. പാഞ്ചാല രാജാവായിരുന്നു ദ്രുപദൻ. അദ്ദേഹത്തിന്റെ മകളാണ് ദ്രൗപദി. ഈ അദ്ദേഹത്തിന്റെ മകനായ ദൃഷ്ടദ്യുമ്നൻ ഭീഷ്മര് നിലം പതിച്ചു കഴിഞ്ഞപ്പോ സൈന്യാധിപനായി. അപ്പൊ ഇദ്ദേഹം ആണ് ദ്രോണാചാര്യരെ വധിച്ചത്. അതെങ്ങനെയാണ് വധിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ദ്രോണാചാര്യരുടെ മകനാണ് അശ്വത്ഥാമാവ്. ഈ അശ്വത്ഥാമാവ് മരിച്ചു എന്നൊരു കള്ളം പറഞ്ഞു. അപ്പോ കള്ളം പറഞ്ഞ് മനസ്സുമെടുത്തപ്പോ ഇദ്ദേഹം അമ്പും വില്ലും താഴെ വെച്ചു. അപ്പൊ യഥാർത്ഥത്തില് ഭീമസേനൻ അശ്വത്ഥാമാവ് എന്നു പേരുള്ള ഒരു ആനയാണ് വധിച്ചത്. അപ്പോ അശ്വത്ഥാമാവ് മരിച്ചു. കുഞ്ചരൻ എന്ന വാക്ക്, അതിന്റെ അർത്ഥം ആന എന്നാണ്. അശ്വത്ഥാമഹത എന്ന് വളരെ ഉറക്കെയും കുഞ്ചര എന്ന് വളരെ പതുക്കെയുമാണ് പറഞ്ഞത്. ഇത് ഈ കുഞ്ചര എന്ന വാക്ക് ദ്രോണാചാര്യർ കേട്ടില്ല.
ഇത് ശരിയാണെന്ന് ആണോ എന്ന് ധർമ്മപുത്രരോട് ചോദിച്ചപ്പോൾ അദ്ദേഹം തലകുലുക്കി. അപ്പൊ അങ്ങനെ ഈ മനസ്സ് മടുത്ത് മനം തളർന്ന് വില്ല് താഴെ വെച്ച സമയത്താണ് തൻ്റെ ഗുരു കൂടിയായ ദ്രോണാചാര്യരെ കൊന്നത്. അപ്പൊ അത് അവിടെ ഒരു ചതിയുണ്ട് ഇതിനകത്ത്. അതുപോലെ തന്നെ ഭീമസേനന് വനവാസകാലത്ത് ഉണ്ടായ ഹിഡുംബി എന്ന രാക്ഷസ സ്ത്രീയിൽ ജനിച്ച മകനാണ് ഘടോൽക്കചൻ. ഘടോൽക്കചൻ അതിശക്തനാ. മഹാഭാരത യുദ്ധത്ത് പാണ്ഡവരുടെ പക്ഷത്താ. അപ്പോ ഒരു ദിവസം ഘടോൽക്കചൻ യുദ്ധനിരയിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് മറുപക്ഷത്ത് കനത്ത നാശങ്ങളാണ് വിതച്ചത്. അപ്പോ ജന്മം കൊണ്ട് ഈ എന്താ പറയാ പാണ്ഡവരിൽ പെട്ട ആളാണെങ്കിലും കുന്തിയുടെ മകനാണെങ്കിലും കർമ്മം കൊണ്ട് പക്ഷേ കർണൻ മറുഭാഗത്താണ് നിന്നത്. കർണനെ പാണ്ഡവപക്ഷത്തേക്ക് അമ്മ പോയി വിളിക്കുന്നുണ്ട്. അപ്പൊ അമ്മ പോയി വിളിക്കുമ്പോ അമ്മയോട് പറയുന്നുണ്ട്, അമ്മ വന്ന ഇത്രയും കാര്യം ഒരുപാട് സംഭാഷണം അവർക്കിടയിലുണ്ട്. അതിൽ കാതലായ സംഭാഷണം, അമ്മയ്ക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാം. എന്താണ്? ഞാൻ പാണ്ഡവരിൽ അർജുനനെ മാത്രമേ കൊല്ലൂ. അർജുനൻ മരിച്ചാലും കർണൻ മരിച്ചാലും പാണ്ഡവർ 5 എന്ന് ലോകം പറയും. 6 അല്ല 5 എന്നാണല്ലോ ലോകം അറിയപ്പെടുന്നത്. ഇത്തരം കാര്യങ്ങൾ പി.കെ. ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്നൊരു നോവൽ മലയാളത്തിലുണ്ട്. അതുപോലെ എം.ടി. വാസുദേവൻ നായർ എഴുതിയ രണ്ടാം ഊഴം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. ഇതൊക്കെ ഈ പുരാണ കഥകളെ അടിസ്ഥാനമാക്കി എഴുതിയ കൃതികളാണ്. ഇതൊക്കെ നിങ്ങളെടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിക്കൃഷ്ണമാരാരുടെ ഈ പ്രബന്ധം ഇത് പഠിക്കാൻ ഏറെ സഹായകമാണ്. ഇതൊക്കെ എത്ര പറഞ്ഞാലും മതിയാവില്ല, എത്ര വായിച്ചാലും നമുക്ക് മതിയാവില്ല, അങ്ങനെയുള്ളതാണ്. അപ്പോ ഈ അർജുനനെ മാത്രം വധിക്കാനായിട്ട് കർണൻ സൂക്ഷിച്ചു വെച്ച ഒരു ആയുധമുണ്ട്, വേല്. ആ വേല് ഘടോൽക്കചനെ കൊല്ലാനാണ് കർണൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ പിന്നിലുള്ള കാര്യം എന്തെങ്കിലും ആവട്ടെ, എന്തോ കാര്യം ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതെന്തായാലും അർജുനനെ രക്ഷപ്പെട്ടു. അതിനെപ്പറ്റി എം.ടി. വളരെ ഭംഗിയായിട്ട് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ ആ പുസ്തകം എടുത്ത് വായിക്കണം, ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. അപ്പൊ ഇവിടെയൊക്കെ ഒരു ചതിയുടെ ഒരു സ്വഭാവം ഉണ്ടോ എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കുട്ടിക്കൃഷ്ണമാരാരെ പോലെ ഒരു ശ്രേഷ്ഠനായൊരു നിരൂപകൻ ഒരു വാക്കുപോലും വെറുതെ പ്രയോഗിക്കുന്ന ആളല്ല. അദ്ദേഹം വല്ലപാടും നേടിയ വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥവ്യാപ്തി വലുതാണ്. അതിൻ്റെ അർത്ഥമാണ് ഞാൻ തൊട്ടു മുമ്പ് ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞത്. ഇത് നോക്കൂ, മലയാളത്തിലെ വളരെ പ്രശസ്തനായൊരു ചിത്രകാരൻ മദനൻ ഈ മഹാഭാരതത്തിന്റെ അന്ത്യം, യുദ്ധമെല്ലാം കഴിഞ്ഞിങ്ങനെ കബന്ധങ്ങൾ കണ്ടോ തലയറ്റ് കിടക്കുന്നതാണ്. അത് അന്ധയ ഗാന്ധാരിയും മറ്റുള്ളവരും വന്ന് കാണുന്ന ഒരു ചിത്രമാണ്. അപ്പൊ നിങ്ങളിങ്ങനെ ഇത്തരം ചിത്രങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് നിങ്ങൾക്ക് അതിനൊരു ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഒരുപാട് ചാനലുകളിൽ മഹാഭാരതം രാമായണം ഒക്കെ ഇങ്ങനെ പരമ്പരയായിട്ട് വരുന്ന കാലഘട്ടത്തിൽ ഒരു ചിത്രകാരന്റെ ഭാവന എങ്ങനെയാണെന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. മലയാളിയെ എഴുതാൻ പഠിപ്പിച്ച നിരൂപകരിൽ ഒരാളാണ് കുട്ടിക്കൃഷ്ണമാരാർ. അദ്ദേഹത്തിന്റെ വളരെ പ്രൗഢമായ മറ്റൊരു കൃതിയുണ്ട്, മലയാള ശൈലി. മലയാളം എഴുതുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള തെറ്റുകൾ അതെങ്ങനെ തിരുത്താം, നല്ല ശുദ്ധമായ മലയാളം എങ്ങനെ എഴുതാം. അങ്ങനെ ഒരു ഗ്രന്ഥം എഴുതിയ കുട്ടിക്കൃഷ്ണമാരാർ ഒരിക്കലും ഒരു വാക്കും അസ്ഥാനത്ത് എഴുതൂല. അതുകൊണ്ടാണ് ഞാൻ ചിന്തിച്ചത്, അദ്ദേഹം എഴുതിയ വല്ലപാടും നേടിയ വിജയം എന്നതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. അതാണ് നമ്മളിങ്ങനെ വിശകലനം ചെയ്തു പോകും. അപ്പോ ആ കാര്യം കൂടി നമ്മൾ ഈ പാഠം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. കുട്ടിക്കൃഷ്ണമാരാരുടെ അല്ലെങ്കിൽ മഹാഭാരതത്തിലെ ഈ പറഞ്ഞ രംഗത്തിന് ഏറ്റവും ഭംഗിയായി നൽകിയ ഒരു ദൃശ്യാവിഷ്കാരമാണ്
ആർട്ടിസ്റ്റ് മദനൻ, ഇതുപോലുള്ള ചിത്രങ്ങൾ കൂടി നാം ആസ്വദിക്കണം. ഇതൊക്കെ ഇതിന് അനുബന്ധമാണ്. ഇത്രയും കാര്യങ്ങൾ ആണ് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് എനിക്ക് പറയാനുള്ളത്.